തിരുവനന്തപുരത്ത് മാലമോഷണം പോയെന്ന കേസിൽ ഒരു ദളിത് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് അപമാനിച്ചു എന്നുള്ള വാർത്ത പേരൂർക്കട SHOയ്ക്കെതിരെ നേരിട്ടിരുന്നു. ആ പേരൂർക്കട SHOയ്ക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ആരോപണ വിധേയനായ ശിവകുമാറിനെ കോഴിക്കോടേക്കാണ് സ്ഥലം മാറ്റിയത്. പൊതുസ്ഥലം മാറ്റത്തിനൊപ്പമാണ് ഈ മാറ്റം എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി കൂടെയുള്ളത്. രാഹുൽ, അന്ന് വലിയ ആരോപണങ്ങളൊക്കെ ഇദ്ദേഹം നേരിട്ടിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരെയും സ്ഥലം മാറ്റിയ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയെന്ന് പറയുമ്പോൾ ഇതൊരു ഒരു നടപടി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അനശ്വര, അത് തന്നെയാണ്. നടപടിയായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം സാങ്കേതികമായത് പൊതു സ്ഥലമാറ്റത്തിനൊപ്പമാണ് SHO ശിവകുമാറിനെ കോഴിക്കോട്ടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങളിൽ വലിയ ആരോപണങ്ങൾ നേരിട്ടിരുന്ന സ്റ്റേഷനായിരുന്നു. അതിന് SHO ആണ് ശിവകുമാർ. എന്തായാലും അന്ന് ആ ഘട്ടത്തിൽ 2 ഉദ്യോഗസ്ഥർ SIയെയും ASIയെയും സസ്പെൻഡ് ചെയ്യുമ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചത്. അവർ ദ്രോഹിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോഴും മൂന്നാമതൊരാൾ കൂടിയുണ്ട്. കണ്ടാൽ മാത്രമേ അറിയൂ, പേരറിയില്ല എന്നാണെന്ന് ബിന്ദു പറഞ്ഞിരുന്നത്. എന്തായാലും ഇതിപ്പോൾ നടപടിയായി സാങ്കേതികമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എങ്കിലും ഈ വിവാദങ്ങളിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലമാറ്റത്തിൽ ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും ഇതിനെ ഒരു നടപടിയായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത് പൊതു സ്ഥലമാറ്റത്തിനൊപ്പം വന്ന ഒരു തീരുമാനമായി മാത്രമേ നിലവിൽ കാണാൻ കഴിയൂ. ശരി, രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.